ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ഫേമസ് ആക്ട്രസ് വിദ്യാ ബാലൻ തന്നെ പറഞ്ഞത് പുള്ളിക്കാരിയുടെ വെയിറ്റ് ലോസിന് സഹായിച്ചിട്ടുള്ള ഒരു ഡയറ്റാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഡയറ്റ് ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ഡയറ്റ് എന്ന് നമുക്ക് നോക്കാം. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിൽ പ്രധാനമായിട്ടും വരുന്നതാണ് ഹെൽത്തി ഫാറ്റ്സ്. ഈ ഹെൽത്തി ഫാറ്റ്സിനകത്ത് വരുമ്പോൾ നമ്മുടെ ചെറിയ മത്സ്യങ്ങൾ, അയല, മത്തി, പൊടിമീനുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഹെൽത്തി ഫാറ്റ്സുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ നട്ട്സിനകത്ത് വാൾനട്ട്, ആൽമണ്ട്, പിന്നെ സീഡ്സ് ആണെങ്കിൽ പംകിൻ സീഡ്, ചിയ സീഡ്സ്, സീസെയിം സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഹെൽത്തി ഫാറ്റ്സിനകത്ത് വരുന്നതാണ്. ഇതൊരു കൺട്രോൾഡ് പോർഷനാണ് നമുക്കൊരു ദിവസം ഡെയിലി ഇൻടേക്കിനുള്ളത്. അങ്ങനെ കൺട്രോൾഡ് പോർഷനായിട്ട് നമ്മൾ ഡെയിലി ഇൻടേക്കിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഹെൽത്തി ഫാറ്റ്സ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുകയും ഇത് നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ടൊരു പരിധിവരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ സഹായിക്കുന്ന മറ്റൊന്നാണ് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സിനകത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ചെറീസ്, ബെറീസ്, സ്ട്രോബെറീസ്, ബ്ലൂബെറീസ്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ വൈറ്റമിൻ സി ഹൈ ആയിട്ടുള്ള നാരങ്ങ, ഓറഞ്ച്, മൊസാമ്പി, ഇതെല്ലാം നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഇനി വെജിറ്റബിൾസിലാണെങ്കിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എസ്പെഷ്യലി നമുക്ക് ചൂസ് ചെയ്യാം. അതായത് നമ്മുടെ ചീര, മുരിങ്ങയില, ബ്രൊക്കോളി, ഈ ക്യാബേജ്, അങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ നമുക്ക് ധാരാളം കഴിക്കാം. എസ്പെഷ്യലി ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നമുക്ക് ധാരാളമായിട്ട് കഴിക്കാവുന്നതാണ്. ഇനി മറ്റൊന്നാണ് ഹോൾ ഗ്രെയിൻസ്, തവിടുള്ള ധാന്യങ്ങൾ, അതുപോലെ മൂങ്കുദാൽ പോലുള്ള ലെൻഡിൽസ്, പിന്നെ ചാമേരി പോലുള്ള മില്ലറ്റ്സ് ഒക്കെ ഉണ്ട്, റാഗി പോലുള്ള മില്ലറ്റ്സും ഒക്കെ നമുക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന സാധനങ്ങളാണ്. ഇതിനകത്തൊക്കെ ഹൈ ഇൻ ഫൈബർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്തിനും അത് വളരെയധികം നല്ലതായിട്ടുള്ളതാണ്. ഇനി ഇതിനെ സഹായിക്കുന്ന മറ്റു ചില ഫുഡ് ഐറ്റംസ് ആണ് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ടേമറിക് പൗഡർ, ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, ക്യുമിൻ സീഡ്, അജ്വൈൻ സീഡ്, ഇതൊക്കെ ഇൻഫ്ലമേഷനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന സാധനങ്ങളാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനകത്തൊരു ഇച്ചിരി ഇഞ്ചിയും ചതച്ചിട്ട് ഇച്ചിരി വെളുത്തുള്ളിയും അതുപോലെ അജ്വൈൻ സീഡോ അല്ലെങ്കിൽ നുള്ളു മഞ്ഞപ്പൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് തിളപ്പിച്ച് വറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കി ഇത് നമുക്ക് വേണമെങ്കിൽ രാവിലെയും വൈകിട്ടും കുടിക്കാവുന്നതാണ്. അത് നമ്മുടെ ബോഡിയിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്. പിന്നെ അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു ഡയറ്റ് ഉണ്ട്, മെഡിറ്ററേനിയൻ ഡയറ്റ്. മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റാണ്. നമുക്കധികം ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും തന്നെ ആ ഡയറ്റ് പാറ്റേണിൽ വരുന്നില്ല. ഇനി മറ്റൊന്നാണ്, ഇതിനകത്ത് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രൈഡ് ഫുഡ്സ് ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് സ്റ്റീംഡ് അല്ലെങ്കിൽ ബോയിൽഡ് ഫുഡ്സ് ഒക്കെയാണ് കൂടുതലായിട്ടും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.